ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പബ്ലിക് എക്സാം എടുക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത മിസ്റ്റേക്സും അവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ബോണസ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചതൊക്കെ വെച്ച് തന്നെ പരീക്ഷയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു പബ്ലിക് എക്സാം ആണ്, പ്രത്യേകിച്ച് SLC-ക്കാർ. ഇനി +1 +2 ആണെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എന്താണ് ഫസ്റ്റ് എക്സാം ആണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നതാണ്. ഒന്ന്, ഈ ഹോൾ ടിക്കറ്റിൻ്റെ ഒക്കെ നമ്മൾ ഒരു പ്രിപ്പറേഷൻ നടത്തുള്ളൂ. നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൂടെ കരുതേണ്ടത്, കൃത്യമായിട്ട് പേന എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം കറക്റ്റായിട്ട് കാൽക്കുലേറ്റർ ഉൾപ്പെടെ +1 +2 ഞാൻ പറയുന്നത് കാൽക്കുലേറ്റർ വർക്കിംഗ് ആണോ. ഇനി SLC-യുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് എല്ലാം കൃത്യമായിട്ടുണ്ടോ എന്നൊരു ചെക്ക് ലിസ്റ്റ് നടത്തണം. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എവിടേക്ക് പോവാണ്? എക്സാം ഹാളിലേക്ക് പോവാണ്. എക്സാം ഹാളിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം തന്നെ ടീച്ചർ ആ ഒരു ക്വസ്റ്റ്യൻ ഔട്ട്ലെറ്റ് പൊട്ടിച്ചിട്ട് ആ ഒരു ലൈക്ക് ബെല്ല് റിങ് ചെയ്യുമ്പോൾ, അതായത് സമയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തരും. മോഡൽ എക്സാമിന് നിങ്ങൾ ഒരു പക്ഷേ ഇതെല്ലാം ഈ ഒരു ഘട്ടത്തിലൂടെ എല്ലാം നിങ്ങൾ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടാകും. ഇങ്ങനെ തരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ആ ഒരു ചോദ്യ പേപ്പർ കിട്ടി നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങാൻ പോവുകയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ 10 വർഷം ഇതുവരെ കഷ്ടപ്പെട്ട് പഠിച്ചതിന് നിങ്ങളുടെ മുന്നിൽ ഒരു സർട്ടിഫിക്കറ്റ് ജസ്റ്റ് അടുത്തിന് 2 മണിക്കൂർ കൊണ്ട് ആ സബ്ജക്റ്റിന് നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അത് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. +1 +2കാർക്കാണെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ പഠിച്ചത് ഇനി വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനും ഇനി വരാൻ പോകുന്ന അഡ്മിഷനും ഒക്കെ സഹായിക്കുന്ന തരത്തിൽ അടുത്ത 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് നിങ്ങൾ ആ പരീക്ഷാ പേപ്പറിൽ കൃത്യമായിട്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിൽ കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു കൂൾ ഓഫ് ടൈമിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ലൈൻ ബൈ ലൈൻ, അതായത് ഒരു കൂൾ ഓഫ് ടൈമിൽ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് തീർന്നിട്ടുണ്ടാകണം. ഞാൻ ഈ പറയുന്നത് ചിലർക്കൊക്കെ മനസ്സിലാകും, കാരണം അവർ ഓൾറെഡി അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ആ പെൻസിൽ ഉണ്ടല്ലോ, ഓരോ സബ്ജക്റ്റിനനുസരിച്ച്, ഇനി മാത്സോ ഫിസിക്സോ ഇനി ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സോ SLC-ക്കാർക്ക് ജോഗ്രഫിയോ സോഷ്യൽ സയൻസോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളുടെ അതിലെ കീ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഇന്ന ആളെക്കുറിച്ചും ആ ഒരു പാഠം ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. മാത്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അതിലെ പ്രധാനപ്പെട്ട വാല്യൂസ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ആ ഒരു കൂൾ ഓഫ് ടൈമിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഓർഡറിന് എഴുതണം എന്നുകൂടി ചിന്തിക്കുന്നു. ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇടുന്നു, എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ മാത്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇൻകേസ് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ എടുത്തെഴുതുക. ഇനി ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നിങ്ങൾ ഏത് പാഠമാണ്, ആ പാഠം എഴുതിയതാരാണ്, എന്നിട്ട് അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിന് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇത് നിങ്ങളുടെ പേപ്പർ നോക്കുന്ന വാല്യൂഷൻ ക്യാമ്പുകളിലെ അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം സോഷ്യൽ സയൻസിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫിഗർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മാത്സിലെ ട്രിഗണോമെട്രിയിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫിഗർ വരയ്ക്കാൻ അറിയാം. അത് കൃത്യമായിട്ട് വരയ്ക്കുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റഫ് ഫിഗറായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ഫോം നിങ്ങൾക്ക് പിന്നീട് വരയ്ക്കാം. ഈ രീതിയിൽ നോക്കുമ്പോൾ ടീച്ചർ പേപ്പർ നോക്കുമ്പോൾ ആ കുട്ടിക്ക് അറിയാം ഒരു ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലെങ്കിൽ ഒരു പക്ക ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി +1 +2കാർക്ക് നിങ്ങൾക്ക് ക്ലക്സ് ടേബിൾ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, കാൽക്കുലേറ്റർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പകുതി ഭാരം കുറഞ്ഞു. പ്രത്യേകിച്ച് സയൻസ് വിദ്യാർത്ഥികളോടാണ്, അത് കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകൂ. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് തെറ്റിക്കരുത്. കൃത്യമായിട്ട് അറിഞ്ഞിട്ടേ പോകൂ. നിങ്ങളുടെ അധ്യാപകരോടും ട്യൂഷൻ സാറിൻ്റെയോടും ഒക്കെ ചോദിക്കണം. അത് തെറ്റിക്കാതെ സമയമെടുത്ത് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അതിന് മുമ്പുള്ള സമയത്തെ ടീച്ചർമാർ ഇൻസ്ട്രക്ഷൻസ് തരും. ഒരു പക്ഷേ മോഡൽ എക്സാമിനും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ അവസാനത്തൊരു കാര്യമാണ്, നിങ്ങൾ ഇനി ഒരു പരീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് എഴുതാൻ പോകുന്നില്ല. SSLC-ക്കാരാണെങ്കിൽ പിന്നെ വേറൊരു സ്കൂളിലായിരിക്കും പഠിക്കുന്നത്. +1 +2കാരാണെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ പരീക്ഷയാണ്. സോ എല്ലാ ക്വസ്റ്റ്യനും ഇനി അറിഞ്ഞുകൂടാ എങ്കിൽ പോലും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒട്ടും അറിയാത്തതാണെങ്കിൽ ആൻസർ ലൈക്ക് ക്വസ്റ്റ്യൻ നമ്പറെങ്കിലും ഇട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. കാരണം നമ്മുടെ ഭാഗത്തിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആക്കിയാൽ, റദ്ദാക്കിയാൽ അതിൻ്റെ മാർക്ക് കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോണസ് ട്രിക്കാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ബൈ.